പറ. നമ്മളിപ്പോൾ പോകാനായിട്ട് പോകുന്നത് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ ഗുണ്ടൽപേട്ട്. അപ്പോൾ നമ്മൾ ട്രിപ്പ് അടിച്ചു പൊളിച്ചിട്ട് വരാം കേട്ടോ. ട്രിപ്പല്ല, ഈ അമ്പലം ഭയങ്കര പ്രഷ്യസ് ആണെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഫ്ലൈ വിത്ത് അഞ്ജൂസ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് മൈസൂരേക്കാണ് കേട്ടോ. ഊട്ടിയിൽ നിന്ന് മൈസൂരേക്ക് ഒരു ട്രിപ്പ്. അത് ഫസ്റ്റ് നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത് ഗുണ്ടൽപേട്ടിലുള്ള ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലാണ്. ഊട്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് തന്നെ ഭയങ്കര മഴയായിരുന്നു, നല്ല ശക്തമായിട്ടുള്ള മഴയായിരുന്നു ഊട്ടിയിൽ. അങ്ങനെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിന്. അതുകൊണ്ട് അതെല്ലാം കഴിച്ച് നമ്മളിതാ മുതുമല ടൈഗർ ഫോറസ്റ്റിലേക്ക് കയറി. നല്ല മഴ ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, സാധാരണ കാണുന്നതിലും വളരെ കുറച്ച് ആനിമൽസിനെ മാത്രമേ ഇപ്രാവശ്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുറേ മുന്നോട്ടേക്ക് വീണ്ടും പോയി. പിന്നെ നെക്സ്റ്റ് വരാൻ വേണ്ടി പോകുന്നത് നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റാണ്. ബന്ദിപ്പൂർ നമുക്ക് എന്തിനെങ്കിലും ഉറപ്പായിട്ടും കാണാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിന്. കാരണം നോർമലായിട്ട് ബന്ദിപ്പൂർ വഴി പോയാൽ ഒരുപാട് ആനിമൽസ് ആയിട്ട് നമുക്ക് കിട്ടലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല. മാനും പീക്കോക്കും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആനേനെ പോലും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ ബന്ദിപ്പൂരിൽ നിന്ന് നമ്മൾ നേരെ വിട്ടാൽ ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ആ ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പം തന്നെ നമുക്ക് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിൻ്റെ ബോർഡ് കാണും. അവിടുന്ന് നേരെ ഒരുപാട് ഉൾഗ്രാമങ്ങളിലൂടെ, നമ്മൾ പാടങ്ങളെല്ലാം നിറഞ്ഞിട്ടുള്ള ഉൾഗ്രാമങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ നമ്മളെ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിൻ്റെ മെയിൻ ഗേറ്റ് എത്തിയിട്ടാ. മെയിൻ ഗേറ്റ് എന്ന് ഞാൻ പറയാൻ കാരണം അവിടുന്ന് നമ്മൾ 60 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പാർക്കിങ്ങിൽ നമ്മളെ വണ്ടി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ആൾക്ക് 70 രൂപ വെച്ചിട്ട് KSRTC ബസ്സിൽ വേണം ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇഷ്ടംപോലെ ബസ്സുണ്ടാവും. ബസ്സില്ലാന്ന് വരച്ചിട്ട് വിഷമിക്കും. പിന്നെ ഒരു കാര്യം മറക്കാൻ പാടില്ല, നമ്മൾ എടുക്കുന്ന ടിക്കറ്റ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. പിന്നെ അവർ ചെക്ക് ചെയ്യുമ്പം നമ്മളടുത്ത് ടിക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. പിന്നെ നമ്മൾ ബസ്സിൽ നമ്മൾ പോകുന്നത് അതുകൊണ്ട് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും വേണ്ടിയുള്ള ടിക്കറ്റാണ് കേട്ടോ ഇത് ഉള്ളത്. ഒരാൾക്ക് 70 രൂപയാണ് പൈസ. അപ്പോൾ രണ്ടാൾക്ക് 140 പൈസ യാത്ര തുടങ്ങി. KSRTC ബസ്സിലാണ് പോകുന്നത്. അത് സുഖം ഉണ്ടാവില്ല, അങ്ങനെയൊന്നുമില്ല. നല്ല സൂപ്പറായിട്ടുള്ള വൈബ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, നമ്മളെ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഡ്രോൺ വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണ് നമ്മൾ ഈ യാത്രയിൽ നമുക്ക് കിട്ടുന്നത്. കാടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു യാത്ര തന്നെയായിരിക്കും ഇത്. അങ്ങനെ നമ്മൾ ബസ്സിൽ പോയി അവിടെ എത്തി. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ എപ്പോഴും ആന വരുന്ന ഒരു അമ്പലമാണ്. അത് ഒരുപാട് കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പം നമ്മളിതാ ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിൽ എത്തിയിട്ടാ. എൻ്റെ മോനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വരേണ്ട ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അത്രക്കും ഭയങ്കര വൈബുള്ളൊരു സ്ഥലം കേട്ടോ. എപ്പോഴും ആന വരുന്ന അമ്പലമായതുകൊണ്ട് തന്നെ നമുക്കും ആനേൻ്റെ ഒരു സൈറ്റ് കിട്ടണമെന്ന് നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചതിനെ. പക്ഷെ ആ അമ്പലത്തിൽ ആന വരുന്ന സൈറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ തിരിച്ച് പോകുന്ന വഴിക്ക് ആനയും ഒരു വലിയ കൊമ്പൻ ആനയും പിന്നെ ഒരു ഫീമെയിൽ ആനയും അതിൻ്റെ ഒരു കുട്ടീനെയും നമുക്ക് സൈറ്റ് കിട്ടിയിട്ടുണ്ടായിന്. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളില്ലാത്തവർക്ക് ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ച കുട്ടികൾ ഉണ്ടാവുമെന്നാണ് വിശ്വാസം. പ്രതീക്ഷിക്കാണ്ട് ആനേനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അതിൻ്റെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. അതൊന്നും ചെറുതായിട്ടൊരു സങ്കടം ഉണ്ടാക്കി.
പിന്നെ വൈകുന്നേരം 5:30 വരെ അവിടുന്ന് ബസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വരാൻ ബസ്സില്ല. അതുകൊണ്ട് ലാസ്റ്റ് ബസ്സിൽ എല്ലാവരും കയറി വരാൻ വേണ്ടി നോക്കണം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രോൺ വ്യൂ ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് അവിടുന്ന് കാണുന്നത് തന്നെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിത് അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ കയറി ഒടുക്കത്തെ വിലയായതുകൊണ്ട് നമ്മളൊരു സാധനവും വാങ്ങിയിട്ടില്ല കേട്ടോ. ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സൂര്യകാന്തി പാടത്തെല്ലാം പോയി ഒരു കരിമീൻ ജ്യൂസെല്ലാം കുടിച്ച് മെല്ലനെ മൈസൂരേക്ക് വിട്ടു കേട്ടോ. ലെമൺ റൈസും ചിക്കൻ അച്ചാർ എന്ന് പറയാൻ പറ്റില്ല, ചിക്കൻ ഡ്രൈ പിക്കിൾ ആണ്. അതും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതും കൂട്ടി നമ്മൾ 3 ആളും ഫുഡ് കഴിച്ചു. അങ്ങനെ രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മളെ റൂമിൻ്റെ വ്യൂ ആയിട്ടാണ് ഇപ്പം കാണുന്നത്. റൂം ഓയോയിലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ഓയോയിലുള്ള റേറ്റിംഗ് അനുസരിച്ചിട്ട് അത്രയും സൂപ്പറായിട്ടുള്ള റൂമായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ, നല്ല റൂം തന്നെയായിരുന്നു. പക്ഷേ എന്നാൽ കൂടെ ഓയോയിൽ റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത് വളരെ കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടായിന്. അത്രക്കൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ നമ്മൾ രാവിലെ ഉറങ്ങി എണീച്ച് റൂം വെക്കേറ്റ് ചെയ്തിട്ട് മൈസൂർ സൂവിലേക്കാണ് ആദ്യം പോകാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ നിങ്ങൾക്ക് റൂമെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടില്ലേ. ചെയ്തിട്ട് സൂവിലേക്ക് പോകാൻ വേണ്ടി പോവേന്ന്. നല്ല തിരക്കിനെടുക്കുന്ന ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ നമുക്ക് നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ്. ഫുള്ള് കാട്ടിൻ്റെ ഇടക്ക് ഈ റിസോർട്ട് മാത്രമേ ഉള്ളൂ. നാട് അത്യാവശ്യം എനിക്കൊരു പേടി ഉണ്ടായിന്. കാരണം ഇരുട്ടത്ത് ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഈ ഒരു ബിൽഡിങ് മാത്രം. അപ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് പേടിയായിന്. വലിയ കൊള്ളക്കാരെ ഇതാണെന്നല്ല വരുന്നത്. പിന്നെ സേഫായിട്ട് കുഴപ്പമൊന്നുമില്ല. ഓർക്കിഡ് ഗ്രീൻ ഓർക്കിഡ് റിസോർട്ട്സ് ഇങ്ങനെയാണ് ഇതിൻ്റെ. ടൗൺ ഹൗസ് റിസോർട്ട് എന്നാണ് നമുക്ക് പിന്നെ നമ്മളെ ഇതിലുള്ളത്, നമ്മളെ ഓയോയിലുള്ളത്. ഓയോയിൽ ബുക്ക് ചെയ്യുമ്പോൾ ടൗൺ ഹൗസ് ഹെർബൽ മൈസൂർ എന്നാണ് കേട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും മറക്കാണ്ടിരിക്കുക. വരണം എന്നല്ല, അവർക്ക് യാത്ര, അതായത് ടൗണിൽ നിന്നുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി ഒരു പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് മാറണം തോന്നുന്നവർക്ക് ഈ ഒരു ഏരിയ ബെസ്റ്റാണ്. ഇവിടെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. കുറച്ചപ്പുറത്താണ് ഇൻഫോസിസ്. റൂംസൊന്നും ഭയങ്കര സൂപ്പറാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു മീഡിയം റൂംസാണ്. സ്റ്റേ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലാത്ത മോഡൽ റൂംസ്.